السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനുള്ളത് സക്കാത്ത് ചില തെറ്റിദ്ധാരണകൾ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. അതിന്റെ മുമ്പ് പറയാനുള്ളത്, എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കാനുള്ളത്, റമദാനിന്റെ ദിവസങ്ങളാണ്. ഒട്ടേറെ പുണ്യങ്ങൾ നിറഞ്ഞ ഈ റമദാനിന്റെ ഓരോ ദിവസങ്ങളും വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവസാനത്തെ 10ലേക്ക് നമ്മൾ എത്താൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ കൂടുതൽ ഇബാദത്തുകളിൽ സജീവരാവണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. തറാവീഹ് നമസ്കാരം, ഖുർആൻ പാരായണം, ദാനധർമ്മങ്ങൾ, ബാക്കിയുള്ള ത്വാഅത്തുകൾ എല്ലാം ഒന്നുകൂടി സജീവമാക്കണം എന്നുള്ളത് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയൊരു റമദാനിന് നമ്മൾ ജീവിച്ചിരിക്കുമോ ഇല്ല എന്നൊന്നും ആർക്കും പറയാൻ പറ്റൂല. അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ നാളെ പരലോകത്ത് പ്രതിഫലാർഹമായ കർമ്മങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ പ്രയോജനപ്പെടുത്തി തൗബ ചെയ്ത് ജീവിതം വിശുദ്ധീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ മുമ്പ് നമ്മൾ വിശദമായൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലോരോന്നും അതിന്റെ കണക്കുകളെല്ലാം കൃത്യമായി പറഞ്ഞ് സക്കാത്തിന്റെ പ്രാധാന്യം, അതേപോലെ തന്നെ അത് കൊടുക്കാതിരുന്നാലുള്ള ശിക്ഷ, അതേപോലെ തന്നെ അതിന്റെ നിസാബ്, സ്വർണം, വെള്ളി, കാർഷിക വിളകൾ, കച്ചവടം, ആഭരണങ്ങൾ, കറൻസി, ഇതെല്ലാം വിശദമായി നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പൊ ആ വിഷയങ്ങൾ നിങ്ങൾ ഒന്നുകൂടി അത് ഓർമ്മിക്കുന്നതിന് വേണ്ടി അതിലേക്ക് മടങ്ങണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. അന്ന് നമ്മൾ പറയാൻ കുറച്ച് വിഷയങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ച എന്നോണം അന്ന് പറയാൻ സമയം കിട്ടാതെ നമ്മൾ വിട്ടുപോയ ആ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞ വിഷയത്തിൽ വല്ല സംശയങ്ങളും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു കുറിപ്പിൽ എഴുതി തരാവുന്നതാണ്. സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മളൊക്കെ അത് കൊടുക്കണം, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് കൊടുക്കണമെന്ന് നിയത്തുള്ള ആളുകളാണ്. ഇനി സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം ചില തെറ്റിദ്ധാരണകൾ എന്നുള്ളതാണ് നമ്മൾ വിഷയത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അന്ന് പറയാത്ത വിഷയങ്ങളെ നമ്മൾ പറയണുള്ളൂ കേട്ടോ. അതിലൊന്ന്, റമദാനും സക്കാത്തുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ആളുകൾ ചിലരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് റമദാൻ മാസത്തിലാണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്നല്ല.
അതല്ലെങ്കിൽ റമദാൻ 27. നമ്മളൊക്കെ നാട്ടിൽ അങ്ങനെയാണല്ലോ. മുതലാളിമാരെ വീട്ടിൽ കാണുന്ന 27 രാവിലെ നല്ല തിരക്കായിരിക്കും. എന്നിട്ട് എറിഞ്ഞു കൊടുക്കലാണ് പൈസ. പക്ഷെ അതിലൊക്കെ കുറെ മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ തർബീയത്തിന്റെ ഫലമായിട്ട്, ഖുർആനും സുന്നത്തും പ്രചരിച്ചതിന്റെ ഫലമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്നും ഒരു ധാരണ ഉണ്ട്. പല മുതലാളിമാരും മനസ്സിലാക്കിയിട്ടുള്ളത് തന്നെയാണ്. റമദാനിൽ ചില്ലറ കാശ് എടുത്തിട്ട് ഒക്കെ കൊടുക്കുക, സ്കിനൊക്കെ കൊടുത്താൽ അതോടുകൂടിയിട്ട് എന്തായി സക്കാത്ത് പിടി എന്നുള്ളതാണ്. അപ്പൊ റമദാനും സക്കാത്തുമായിട്ട് ബന്ധമൊന്നുമില്ല, പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നിസാബ് തികയ. 2, കൊല്ലം തികയ. ആ 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ കാർഷിക വിളകളാണെങ്കിൽ അത് മാറ്റണ്ട്. അത് വിളവെടുക്കുന്ന സമയത്ത് അതിന്റെ സക്കാത്ത് കൊടുത്തോളണം. അപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ നിസാബ് തികഞ്ഞു, അതിന്റെ പരിധി എത്തി. പരിധി എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയായിത്തീരുന്ന, നിർബന്ധമായിത്തീരുന്ന പരിധിക്കാണ് നിസാബ്. നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. അത് 595 ഗ്രാം വെള്ളി, അതിന് തുല്യമായ സംഖ്യ. സ്വർണത്തിന്റെ നമ്മൾ പറഞ്ഞത് 85 ഗ്രാം ആണ് അതിന്റെ നിസാബായിട്ട് പറഞ്ഞത്. അപ്പൊ അതിന്റെ പരിധി എന്താണോ, കാർഷിക വിളകളത് വേറെ, ആടുമാടുകളത് വേറെ, അത് ഓരോന്നിനും അതിൻ്റെതായ സക്കാത്തുകളുണ്ട്. അതേപോലെ തന്നെ വർഷം തികയ. വർഷം എന്നുള്ളത് കൊണ്ട് ഹിജ്റ കലണ്ടർ അനുസരിച്ചിട്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾക്ക് സക്കാത്തിന്റെ പരിധി എത്തിയത്, നിസാബ് എത്തിയത് മുഹറം മാസത്തിലാണെന്ന് കരുതുക, അല്ലെങ്കിൽ റബീഉൽ അവ്വലോ മുഹറം മാസത്തിലാണെങ്കിൽ അയാള് പിന്നെ സക്കാത്ത് കൊടുക്കേണ്ടത് ഒരു വർഷം തികയുമ്പോൾ, അതായത് അടുത്ത മുഹറത്തിന് എന്ത് ചെയ്യണം, അയാള് സക്കാത്ത് കൊടുത്തോളണം. അതാണ് അയാൾക്ക് ചെയ്യേണ്ടത്. അപ്പൊ റമദാനിൽ കൊടുക്കാം എന്ന് കരുതി പിന്തിപ്പിക്കുന്നത് ജായിസല്ല എന്നുള്ളത് എല്ലാ പണ്ഡിതന്മാരും അത് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ റമദാനിൽ കൊടുക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കാം. പക്ഷെ ഏത് സന്ദർഭത്തിലാണോ നമുക്ക് നിസാബ് എത്തുന്നത്, അങ്ങനെ നിസാബ് എത്തി നമുക്ക് വർഷം തികയുന്നത് എന്നാണോ, റബീഉൽ അവ്വലിലാണെങ്കിൽ അടുത്ത റബീഉൽ അവ്വലിന് സക്കാത്ത് കൊടുക്കണം. അത് ഞാൻ റമദാനിനെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് പിന്തിപ്പിക്കുന്നത് പാടില്ല എന്നുള്ളത് പണ്ഡിതന്മാരൊക്കെ അത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു. അദ്ദേഹം അതിന് കൊടുത്ത മറുപടി എന്താണ്? അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചത് റമദാനിലേക്ക് സക്കാത്തിനെ പിന്തിപ്പിക്കുന്നതിന്റെ ഹുക്ം എന്താണ് എന്നതാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടി നമ്മൾ ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞു, الزكاة كغيرها من أعمال الخير تكون في الزمن الفاضل أفضل. റമദാനിന് അതിൻ്റെതായ ശ്രേഷ്ഠതകളുണ്ട്. ബാക്കിയുള്ള പുണ്യകർമ്മങ്ങൾക്കൊക്കെ ശ്രേഷ്ഠതകൾ ഉള്ളതുപോലെ തന്നെ റമദാനിന് അതിൻ്റെതായ ശ്രേഷ്ഠതകളുണ്ട്. അതേപോലെ തന്നെയാണ് സക്കാത്തും എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാക്കിൻ മതാ വജബത് അസ്സകാതു വതമ്മൽ ഹൗലു വജബ അലൽ ഇൻസാനി അൻ യുഖ്രിജഹാ വലാ യുഅഖിറുഹാ ഇലാ റമദാൻ. കണ്ടോ അദ്ദേഹം പറഞ്ഞ എന്താണ്? മതാ വജബത്തി സക്കാ, എപ്പോഴാണോ ഒരാൾക്ക് സക്കാത്ത് നിർബന്ധമായി തീരുന്നത്, വതമ്മൽ ഹൗലു വർഷം തികയുന്നത്. കണ്ടോ, വജബ അലൽ ഇൻസാനി അൻ യുഖ്രിജഹാ, അത് ഉടനെ കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ അത് പൊതുവെ എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. സക്കാത്തിന്റെ സമയമായിട്ടും അത് പിന്തിപ്പിക്കുക എന്നത് തെറ്റാണ്, അവൻ കുറ്റക്കാരനായി തീരുമെന്നുള്ളത് എല്ലാ പണ്ഡിതന്മാരും നമുക്കത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അത് പെട്ടെന്ന് കൊടുക്കണമെന്നുള്ളത് പല കാരണങ്ങളും അവർ പറയുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ മരിച്ചു പോകാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിത്തീരാം. അപ്പൊ നമ്മൾ കുറ്റക്കാരനായിത്തീരാം, നമ്മളെ ഉത്തരവാദിത്തം നിർവഹിക്കാതെ നമ്മൾ മരിച്ചു പോവാണ്, അത് മനഃപൂർവ്വം പിന്തിപ്പിച്ചിട്ട്. അവർ റമദാനാകട്ടെ എന്ന് കരുതിയിട്ട് റമദാനിലേക്ക് അത് പിന്തിപ്പിക്കേണ്ടതില്ല എന്നർത്ഥം.
അപ്പൊ ഷെയ്ഖ് ഹുസൈമി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്? അത് വലാ യുഅഖിർഹാ ഇലാ റമദാൻ, റമദാനിലേക്ക് അതിനെ പിന്തിപ്പിക്കരുത് എന്ന. റമദാനിലേക്ക് അതിനെ പിന്തിപ്പിക്കരുത്. നിസാബത്തി, വർഷം തികഞ്ഞു, ആ സക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. ഫലൗ കാന ഹൗലു മാലുഹു ഫി റജബ്, ഒരാളുടെ വർഷം തികയുന്നത് റജബിലാണെങ്കിൽ, ഫൈനഹു ലാ യുഅഖിറുഹാ ഇലാ റമദാൻ, അവൻ എന്ത് ചെയ്യരുത്? റമദാൻ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനെ പിന്തിപ്പിക്കരുത്. ബൽ യുഅദ്ദിഹാ ഫി റജബ്, അടുത്ത റജബ് തന്നെ അവൻ എന്ത് ചെയ്യണം? ആ സക്കാത്ത് കൊടുത്തോളണം. അതിനെ റമദാനിലേക്ക് പിന്തിപ്പിക്കരുത് എന്നർത്ഥം. അപ്പൊ ഇത് അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാരണം എന്താ വെച്ചാല്, റമദാനിലാണെങ്കിൽ അത് റമദാനിൽ കൊടുക്കാം, അതല്ലാതെ അത് പിന്തിപ്പിക്കുന്നത് എന്തല്ല, ഒരിക്കലും ശരിയല്ല. റമദാനിലേക്ക് അത് പിന്തിപ്പിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആര്? ഷെയ്ഖ് ഹുസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇതേപോലെ തന്നെ ലജ്നത്ത് ദായിമയോട് ഒരു ചോദ്യം ചോദിച്ചു. അവർ ചെറിയൊരു വിശദീകരണം കൂടി എക്സ്ട്രാ നൽകുന്നുണ്ട്. വളരെ ചെറിയൊരു കാലയളവേ ഉള്ളൂ എങ്കിൽ, ഇപ്പൊ റമദാൻ ആകുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അവന്റെ സക്കാത്ത് കൊടുക്കാൻ അവന്റെ സമയമെങ്കിൽ റമദാനിൽ അവന് കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല. കുറച്ച് ദിവസങ്ങളോ 1-2 ആഴ്ചകളോ ഒക്കെ ഉള്ളൂ. ഷാബാനിലാണ് സക്കാത്ത് കൊടുക്കേണ്ടതെങ്കിൽ അതൊരല്പം ഒന്ന് റമദാനിലേക്ക് ആക്കുന്നതിന് വിരോധമല്ല എന്ന് ലജ്നത്ത് ദായിമയുടെ ഒരു ഫത്വ കൂടിയുണ്ട്. അവരോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചത് എന്താ വെച്ചാല്, ഇദാ കാന മൗഇദു ഇഖ്റാജി സകാത്തി ഹുവ ഷഹ്റു ജുമാദൽ ഊല. ചോദ്യതാണ്, സക്കാത്ത് കൊടുക്കേണ്ട ടൈം ജുമാദുൽ ഊലയിലാണ്. ഫഹൽ ലനാ തഖീറുഹാ ഇലാ ഷഹ്രി റമദാൻ ബിഗൈരി ഉദ്രിൻ, ഉദ്റൊന്നുമില്ലാതെ അത് റമദാനിലേക്ക് പിന്തിപ്പിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പൊ ഉദ്റുണ്ടെങ്കിൽ, ഉദ്റ് എന്നുള്ളതിനെ പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ധനം കയ്യിലില്ലാതിരിക്കുക, അല്ലെങ്കിൽ സക്കാത്തിന്റെ അവകാശികളെ കണ്ടെത്താതിരിക്കുക, അതൊക്കെ പണ്ഡിതന്മാര് വേറെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ചോദ്യം ഇതാണ്, ഉദ്റൊന്നുമില്ല, ജുമാദുൽ ഊലയിലാണ് എന്റെ സക്കാത്ത് കൊടുക്കേണ്ടത്, അത് റമദാനിലേക്ക് പിന്തിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ ലജ്നത്ത് ദായിമ അതിന് കൊടുക്കുന്ന മറുപടി, ലാ യജൂസു തഖീറു ഇഖ്റാജി സകാത്തി ബഅദ തമാമിൽ ഹൗലി ഇല്ലാ ലിഉദ്രിൻ ശർഈൻ. കേട്ടോ, ശർഈ ആയിട്ടുള്ള ഉദ്റില്ലാതെ സകാത്ത് പിന്തിപ്പിക്കുക എന്നുള്ളത് ലാ യജൂസ്, അത് അനുവദനീയമല്ല. ലജ്നത്ത് ദായിമന്റെ ഫത്വ. കഅദമി, എന്താണ് ഈ ഉദ്റുൻ ശർഈ? മതപരമായ ഉദ്ർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കഅദമി വുജൂദിൽ ഫുഖറ, സക്കാത്തിന്റെ അവകാശികളായ ദരിദ്രരെ കണ്ടെത്താതിരിക്കുക, ഹീന തമാമിൽ ഹൗലി, വർഷം പൂർത്തിയാകുമ്പോ, വഅദമിൽ ഖുദ്റത്തി അലാ ഇസാലിഹാ ഇലൈഹിം, നമുക്ക് സക്കാത്തിന്റെ പൈസ നമ്മളെ കയ്യിലുണ്ട്, പക്ഷെ അവർക്ക് അത് എത്തിച്ചു കൊടുക്കാതിരിക്കാൻ സാധിക്കുക. അപ്പൊ സക്കാത്ത് നമ്മള് അതിന്റെ അവകാശികൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടതാണ്. അത് നേരിട്ട് നമുക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് അഫ്ളൽ. അത് ഒരു സംഘടിതമായിട്ട് കൊടുക്കുന്നത് ജായിസ് ആണ്, എന്നാൽ നേരിട്ട് കൊടുക്കുന്നതാണ് അത് കൂടുതൽ അഫ്ളലായിട്ടുള്ളത്. അപ്പൊ സമയം ഉണ്ടെങ്കിൽ നമ്മളത് പറയും. അപ്പോ ഇതൊക്കെയാണ് അതിന്റെ മതപരമായിട്ടുള്ള ഉദ്ർ പറഞ്ഞത്. ഇങ്ങനെയുള്ള ഫക്കീറന്മാരെ കണ്ടെത്താതിരിക്കുക, അല്ലെങ്കിൽ ആ സക്കാത്തിന്റെ ധനം നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പ്രയാസം നേരിടുക, വലിയ ഐബത്തിൽ മാലി വനഹ്വി ദാലിക, അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ ധനം കയ്യിലില്ലാതെ ഇരിക്കുന്ന ഒരു ഘട്ടം വരിക, അത്തരമുള്ള സന്ദർഭങ്ങളിലൊക്കെ എന്താണ് ഒരല്പം പിന്തിപ്പിക്കുന്നതിന് വിരോധമല്ല, അത് ജായിസാണ് അർത്ഥം. എന്നാൽ ഇത്തരത്തിലുള്ള ഉദുറൊന്നുമില്ലാതെ, മതപരമായ ഉദുറില്ലാതെ അത് പിന്തിപ്പിക്കുക എന്നുള്ളത് ജായിസ് അല്ല എന്നർത്ഥം. അപ്പൊ സക്കാത്ത് എന്നുള്ളത് 5 തൂണുകളിൽപ്പെട്ട ഒരു തൂണാണ്, മനസ്സിലാക്കണം. റുക്കിനാണ് സക്കാത്ത് എന്നുള്ളത്. നമ്മുടെയൊക്കെ ആളുകളെ കാര്യം വളരെ കഷ്ടമാണ് അല്ലെ. 2.5% മാത്രമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ആ സക്കാത്ത് പോലും കൊടുക്കാതെ നരകം വാങ്ങുക എന്നുള്ളത് അതൊരു നഷ്ടല്ല ശരിക്കത്. കുറെ പകുതി പോലും അല്ല കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, 3/4 കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, പകുതി കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. വെറും 2.5% സക്കാത്തുള്ളൂ. അപ്പൊ അത് കൃത്യമായിട്ട് അത് കണക്ക് കൂട്ടി കൊടുക്കുക തന്നെ വേണമെന്നർത്ഥം. അത് ശമ്പളാണെങ്കിലും
വേറുള്ള നമ്മുടെ വരുമാനം എന്തോ ആകട്ടെ, വാടകയിലൂടെ കിട്ടുന്നതാകാം, അതല്ലാത്ത വരുമാന മാർഗങ്ങളാകാം, ബിസിനസ് ആകാം, എന്തോ കച്ചവടമോ കൃഷിയോ എന്തോ ആകാം, അത് കൃത്യമായി കണക്ക് നോക്കിയാൽ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നമുക്കൊക്കെ നിർബന്ധമാണ്. അത് നമ്മൾ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. ഇസ്ലാമിന്റെ റുക്കനുകളിൽപ്പെട്ട ഒരു റുക്കനാണ്, വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. സക്കാത്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളത് പരലോകത്തിൽ വിശ്വസിക്കാത്ത കാഫിറുകളുടെ സ്വഭാവമായിട്ടാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ നമ്മളെ മുമ്പുള്ള ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിന്റെ ബാക്കി ലജ്നത്ത് ദായിമിന്റെ ഫത്വന്റെ ബാക്കി അമ്മാ തഖീറുഹ മിൻ അജലി റമദാൻ, എന്നാൽ റമദാനിന്റെ പേരും പറഞ്ഞിട്ട് സക്കാത്ത് പിന്തിപ്പിക്കുക എന്നുള്ളത് ഫലാ യജൂസ്, അത് ജായിസല്ല. ഇല്ല ഇദാ കാനത്തിൽ മുദ്ദത്തു യസീറ, എന്നാൽ വളരെ കുറഞ്ഞൊരു ടൈമേ റമദാനിലുള്ളൂ എങ്കിൽ യകൂനു തമാമുൽ ഹൗലി ഫി നിസ്ഫി സാനി മിൻ ശഅബാൻ, ഒരാളുടെ നിസാബ് എത്തുന്നത് ഒരാളുടെ സക്കാത്ത് കൊടുക്കേണ്ട ടൈം എത്തുന്നത് ശഅബാൻ പിന്നെ പകുതിയിലാണ്, രണ്ടാമത്തെ പകുതിയിലാണ്, അതായത് ഷഅബാനിന്റെ അവസാനത്തിലാണ് ഒരാളുടെ സക്കാത്ത് കൊടുക്കേണ്ട ടൈമെങ്കിൽ ഫലാ ബഅസ ബി തഖീരിഹ ഇലാ റമദാൻ, കുറച്ചുള്ളല്ലോ. അപ്പൊ എന്ത് ചെയ്യാ? റമദാനിന് അതിന്റേതായ ശ്രേഷ്ഠതകളുണ്ട്. അപ്പൊ റമദാനിലേക്ക് പിന്തിപ്പിക്കുന്നതിന് ബഅസില്ല, തെറ്റില്ല, തകരാറില്ല. എന്നാൽ അത് അതിന്റേതായ സമയത്ത് അത് പിന്തിപ്പിക്കാതെ കൊടുക്കുന്നതാണ് ചെയ്യേണ്ടത്. അത് അനാവശ്യമായിട്ട് പിന്തിപ്പിക്കുക എന്നുള്ളത് ജായിസല്ല, അത് അനുവദനീയമല്ല എന്നുള്ളതിൽ ലജ്നത്ത് ദായിമ വ്യക്തമാക്കണം. അപ്പൊ ഈ വിഷയത്തിൽ വേറെയും കുറെ ഫത്വകളുണ്ട്. അത് നമ്മൾ കൂടുതൽ വിശദീകരിക്കണം എന്ന് തോന്നുന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞത് സക്കാത്തും റമദാനായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. റമദാനിൽ വർഷം തികയുന്ന നിസാബത്തി വർഷം തികയുന്ന ആളുകൾക്ക് റമദാനിൽ സക്കാത്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. എന്നാണോ നമുക്ക് നിസാബെത്തുന്നത്, ആ നിസാബത്തി ഒരു വർഷം തികയുന്നത് എന്നാണോ, ഹിജറ കലണ്ടർ അനുസരിച്ചിട്ട് ഒരു കൊല്ലം തികയുന്നത് എന്നാണോ, അന്ന് സക്കാത്ത് കൊടുത്തോളണം. ആ റമദാൻ ആട്ടെ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കാൻ പറ്റില്ല. അപ്പൊ അത് പ്രത്യേകം നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം എന്നർത്ഥം. അപ്പൊ അത് കണക്ക് നോക്കിയിട്ട് കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം, നമ്മള് സ്വതക്കായിട്ട് കുറെ കൊടുക്കുന്നുണ്ട്. ഇവ കുറച്ചൊക്കെ ധർമ്മിഷ്ഠരായ ആളുകൾ പല സന്ദർഭങ്ങളിൽ 100, 200, 5000, 10000 എന്ന് പറഞ്ഞിട്ട് അവിടെ അത് മറ്റേത് മറിച്ച് കല്യാണം, മറ്റേ പാർട്ടി, ഹോസ്പിറ്റൽ കേസ്, മറ്റേ സാമൂഹ്യ ക്ഷേമം എന്നൊക്കെ പറഞ്ഞിട്ട് പലതും കൊടുക്കുന്നുണ്ട്. അതൊന്നും സക്കാത്തിന്റെ പരിധിയിൽ പെടൂല. അതൊക്കെ പറഞ്ഞെങ്കിൽ എന്ത് വേണം? അതിന്റെ നീയത്തിട്ടാണോ, ആ നീയത്തോട് കൂടിയിട്ട് അതിന്റെ നിസാബെത്തി അതിന്റെ കണക്കനുസരിച്ച് അതിന്റെ അവകാശികൾക്ക് സക്കാത്ത് കൊടുക്കുമ്പോ നീയത്ത് നിർബന്ധമാണ്. അത് അങ്ങനെ തന്നെ കൊടുത്തെങ്കിലേ അത് സക്കാത്തായി തീരുള്ളൂ. കാരണം സദക്ക വേറെ, സക്കാത്ത് വേറെ. സദക്ക നിർബന്ധ ദാനാണ്. അത് നിസാബെത്തിയെങ്കിൽ ഒരാൾക്ക് നിർബന്ധമായി തീരുന്ന സംഗതിയാണ്. അപ്പൊ ഇതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മൾ പറഞ്ഞു നേരിട്ട് സക്കാത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതിൻ്റെതായ അവകാശികൾക്ക്, സക്കാത്തിന്റെ അവകാശികൾ 8 വിഭാഗം ഉണ്ടല്ലോ, ആൾക്കാരാണ്. സൂറത്ത് തൗബയിലെ 60-ാമത്തെ ആയത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ആ 8 ആളുകള്, അതിൽ അർഹരായിട്ടുള്ള ആളുകള് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നിസാബെത്തി നമുക്ക് സക്കാത്ത് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്, നമുക്ക് ആ സക്കാത്ത് അവർക്ക് നേരിട്ട് ഏൽപ്പിക്കാം. അതാണ് ഏറ്റവും ഹയറായിട്ടുള്ളത്, ഏറ്റവും അഫ്ദലായിട്ടുള്ളത്. എന്നാൽ സംഘടിതമായി നമുക്ക് വിതരണം ചെയ്യുന്നതിന് തകരാറുണ്ടോ? തകരാറൊന്നുമില്ല. അത് ജായിസാണ്, അത് ജായിസാണ്. ഇനി നേരിട്ട് കൊടുക്കാം എന്നുള്ളതിന്റെ തെളിവെന്താ? അതിനെ തെളിവുള്ളൂ. ഇപ്പൊ ലജ്നത്ത് ദായിമയോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഇപ്പൊ നമ്മള് വായിച്ചില്ലേ? ഇനി വായിക്കാൻ പോകുന്നതൊക്കെ എന്താ? എനിക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? ഉപ്പാക്ക് കൊടുക്കാൻ പറ്റുമോ? ഉമ്മാക്ക് കൊടുക്കാൻ പറ്റുമോ? മറ്റീന് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ലജ്നത്ത് ദായിമയുടെ ഉത്തരം എന്താ? നീയല്ല സക്കാത്ത് കൊടുക്കേണ്ടത്, അത് നിന്റെ നാട്ടിലുള്ള ആ സംഘം അല്ലെങ്കിൽ സ്ഥാപനം അല്ലെങ്കിൽ ആ സൊസൈറ്റി അതിനെ ഏൽപ്പിക്കണം എന്നുള്ളൊരു ഫത്വ അവർ കൊടുക്കുന്നില്ല. എന്നാൽ അത് ജായിസാണ്. ഇനി സക്കാത്ത് നേരിട്ട് കൊടുക്കാം, അത് ജായിസാണ്. ഇത് പ്രത്യേകം പറയാനുള്ള കാരണം എന്താ പറയുക? അതിന് കാരണമുണ്ട്. നമ്മുടെ നാട്ടില് 2 പ്രശ്നങ്ങളുണ്ട്. ആ 2 പ്രശ്നവും നല്ല മർമ്മത്തിൽ കൊള്ളുന്ന പ്രശ്നങ്ങളാണ്. ഒന്ന്, സംഘടിതമായിട്ട് സക്കാത്ത് കൊടുക്കാനേ പാടില്ല, അങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ.
അങ്കലിതായിട്ട് സക്കാത്ത് കൊടുക്കാനേ പാടില്ല എന്നുള്ള. അത് ഇസ്ലാമിക ഭരണം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ കൊടുത്താൽ തന്നെ സക്കാത്ത് സാധുവാവില്ല എന്നുള്ളതാണ്. അതാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു ധാരണ, സംഘടിതമായിട്ട് കൊടുത്തെങ്കിലേ സക്കാത്ത് സാധുവാവുള്ളൂ, ഇല്ലെങ്കിൽ സക്കാത്ത് ശരിയാവില്ല എന്നുള്ളതാണ്. എന്തൊരു അടങ്ങാറാ, ഒരു വലിയ പ്രശ്നമുള്ള കാര്യല്ലേ ഇത്. രണ്ടും തെറ്റാ. ഏത്? സംഘടിതമായിട്ട് സക്കാത്ത് കൊടുത്താൽ അത് സക്കാത്ത് ആവില്ല എന്നുള്ളത് തെറ്റാണ്. അതേപോലെ തന്നെ സംഘടിതമായി അത് വിതരണം ചെയ്തെങ്കിലേ അതിന്റെ കൂലി കിട്ടുള്ളൂ. നമ്മൾ ഒറ്റക്ക് അത് കൊടുത്താൽ അത് ശരിയാവില്ല. നമുക്കതിന് പറയാൻ ഒരുപാട് ന്യായങ്ങളുണ്ട്. അതിലും എന്തില്ല, തെളിവൊന്നുമില്ല. ഇനി നേർക്ക് നേരെ സക്കാത്ത് കൊടുക്കാം. തെളിവെന്താ? തെളിവ് അതാണ് പ്രമാണങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് തെളിവ് ഒന്ന്, നമുക്കെല്ലാം പാടെ വിശദീകരിക്കാൻ സമയമല്ല. കുറെ ചോദ്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് വേറെ ക്ലാസ് ഒക്കെ ഉണ്ട്. കാരണം അതൊക്കെ അതിനെ സംബന്ധിച്ചുണ്ടാവും, നമുക്കൊരുപാട് ഉണ്ടാവും. സ്വാഭാവികമാണ്. അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംശയമായിരിക്കും, ആകണം. കുറെ നമ്മൾ മുമ്പ് പറഞ്ഞതുകൊണ്ട് പറയാത്തതുകൊണ്ട്. അവ നേരിട്ട് സക്കാത്ത് കൊടുക്കാം. അതിന്റെ തെളിവ് ഒന്ന്, ഇമാം ബുഖാരിന്റെ ഹദീസ്. അതിൽ കാണാം ഒരു ബാബ്, കിതാബ് സക്കാത്തിൽ ഒരു ബാബ് കാണാം, അസ്സകാത്തു അലൽ അഖാരിബി. അടുത്ത ആളുകൾക്ക്, കുടുംബങ്ങൾക്ക് സക്കാത്ത് കൊടുക്കുന്ന അധ്യായം. കുടുംബക്കാർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റൂലേ? പറ്റും. അവരതിന് അർഹരാണെങ്കിൽ പറ്റും. നമുക്ക് നേരിട്ട് കൊടുക്കും. 8 വിഭാഗം ആളുകൾ ഏതെങ്കിലും ഒരു വിഭാഗം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ നമുക്കവർക്ക് സക്കാത്ത് കൊടുക്കാം. എന്നാൽ അതിന് ചില ഷുറൂത്തുകളുണ്ട്. നമ്മൾ നിർബന്ധമായും ചെലവിന് കൊടുക്കേണ്ട ആളുകളാണെങ്കിൽ അവർക്ക് സക്കാത്തിന്റെ മുതൽ കൊടുക്കരുത്. നമ്മൾ നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കേണ്ട ആളുകളുണ്ടല്ലോ, അപ്പ, നമ്മളെ അമ്മ, ഭാര്യ, മക്കള്, അല്ലെങ്കിൽ ആരാണോ ഉപ്പാന്റെ ഉപ്പ അല്ലെങ്കിൽ ഉമ്മാന്റെ ഉമ്മ, അവർക്ക് നമ്മൾ നിർബന്ധമായിട്ടും ചെലവിന് കൊടുത്തോളണം. അത് നമുക്ക് നിർബന്ധമാണല്ലോ. അപ്പൊ എന്ത് ചെയ്യാ? ആ പൈസ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് സക്കാത്ത് അവർക്ക് കൊടുക്കുക. എന്നാ പിന്നെ എന്ത് ചെയ്യണ്ട? ചെലവ് അവർക്ക് കൊടുക്കണ്ടല്ലോ. അതിനെ ഹീലത്ത് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് പറ്റൂല. ഇൻഷാ അല്ലാഹ് ഞാനത് പറഞ്ഞുതരാം സമയത്തിനനുസരിച്ച്. അപ്പൊ ഇതിലുള്ളത് എന്താ വെച്ചാല്, സക്കാത്ത് നേരിട്ട് കൊടുക്കാം. അത് സക്കാത്ത് നേരിട്ട് കൊടുത്താൽ അത് സക്കാത്ത് സാധുവാവുകയില്ല എന്ന് പറയുന്ന ഒരു തെളിവും ഇസ്ലാമിലില്ല. ഇത് തെളിവില്ല. അപ്പൊ പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് പിരിച്ചെടുക്കാൻ ആളുകളെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ഖുർആനിൽ കൽപ്പന ഉണ്ടല്ലോ, ഖുദു മിൻ അംവാലിഹിം സദഖ. അതൊക്കെ എന്താണ്? അതൊക്കെ കൽപ്പനയല്ലേ? സക്കാത്തിന്റെ അവകാശികളിൽ ഒരു വിഭാഗം വൽ ആമിലീന അലൈഹ, സക്കാത്ത് പിരിച്ചെടുക്കുന്ന ആൾക്കാരല്ലേ ഉണ്ട്. അതിന് പണ്ഡിതന്മാര് വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ആണെങ്കിൽ അതൊക്കെ അവർക്ക് ചെയ്യാം. വേറെ പണ്ഡിതന്മാര് പറഞ്ഞു, അവര് സക്കാത്തിന്റെ ധനത്തെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് അംവാലുൽ ലാഹിറ, അംവാലുൽ ബാത്തിന. ഇത് പിൽക്കാലക്കാര് തിരിച്ചാണ് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ. ലാഹിറായിട്ടുള്ള ധനം, ബാത്തിനായിട്ടുള്ള ധനം. അപ്പോ ഗവൺമെന്റ് പിടിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ അവരെ ഏൽപ്പിക്കേണ്ടത് ലാഹിറായിട്ടുള്ള ധനാണ്. ബാത്തിനായിട്ടുള്ളത് നമുക്ക് ആടോട് കൊടുക്കാം, നമുക്ക് വിതരണം ചെയ്യാം. എന്നാൽ ബാത്തിനായിട്ടുള്ളത് തന്നെ ഗവൺമെന്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ, ഒരു ഇസ്ലാമിക ഗവൺമെന്റിന് അതിനുള്ള അധികാരം ഉണ്ടല്ലോ. അത് ആ ഖലീഫനനുസരിക്കൽ അത്തിയുല്ലാഹു വഅത്തിയു റസൂല വഉലിൽ അംരി മിൻകും, ഉല്ലംബരനുസരിക്കൽ നിർബന്ധമാണ്. അപ്പൊ ഈ ധനം പോലും ഉല്ലംബർ നമ്മളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് കൊടുത്തോളണം. ഇപ്പൊ ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ട്, അവിടെ നമുക്ക് നേരിട്ട് സക്കാത്ത് കൊടുത്തൂടെ? സക്കാത്ത് കൊടുക്കാം. അപ്പൊ ലാഹിറായിട്ടുള്ള ധനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് കാർഷിക വിളകൾ, അതേപോലെ തന്നെ ആടുമാടുകള്, ഇതൊക്കെയാണ് ലാഹിറായിട്ടുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാത്തിനായിട്ടുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ കച്ചവടം, നമ്മുടെ കറൻസി അങ്ങനെയുള്ളത്.
അപ്പൊ അത് വേറെ നമ്മൾ വിശദമായിട്ട് പറയേണ്ടതാണ്. ഇനി ഇതിക്ക് വരിക. അപ്പോ ബുഖാരിയിൽ കിതാബ് സക്കാത്തിലുള്ള ബാബിന്റെ പേരെന്താണ്? ആ ബാബിന്റെ പേരെന്നെ എന്താണ്? അസ്സകാത്തു അലൽ അഖാരിബി, കുടുംബക്കാർക്ക് സക്കാത്ത് കൊടുക്കൽ എന്നാണ് ആ ബാബിന്റെ പേരെന്നെ. എന്നിട്ട് അതില് ചില ഹദീസുകൾ കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു ഹദീസ് അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്നുള്ള ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ അമറ നിസാ ബിസ്സദഖതി, സ്ത്രീകളോട് സ്വതക്ക ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. സ്ത്രീകളോട് പ്രത്യേകം സ്വതക്ക ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലോ. അത് പറഞ്ഞ സന്ദർഭത്തിൽ ജാഅത്ത് സൈനബ് ഇംറാഅത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഭാര്യന്റെ പേരാണ് സൈനബ്, സൈനബ് റളിയല്ലാഹു അൻഹ. അപ്പൊ നബി എന്ത് പറഞ്ഞു? സ്ത്രീകൾ ധർമ്മം ചെയ്തോളണം, നരകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ അവരെയാണ് കണ്ടത്, അപ്പൊ നിങ്ങൾ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കണം ഇത് പറഞ്ഞു. അപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഭാര്യ, നമുക്കറിയാം സഹാബികളുടെ കൂട്ടത്തിൽ തന്നെ പ്രഗത്ഭനാണ്, ഏറ്റവും പ്രഗത്ഭനാണ് ഇബ്നു മസ്ഊദ്. അദ്ദേഹത്തിന്റെ ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹ. അവര് നബിന്റെ അടുത്ത് വന്നു. എന്നിട്ട് നബിനോട് ചോദിച്ചു, യാ നബി അല്ലാഹ്, നബിയെ ഇന്നക അമർത്ത അല്യൗമ, ഇന്ന് താങ്കൾ കൽപ്പിച്ചു ബി സ്വതഖതി, സ്വതക്ക കൊടുക്കാൻ കൽപ്പിച്ചല്ലോ. അപ്പൊ സ്വതക്ക എന്നുള്ളത് രണ്ടർത്ഥത്തിലും ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. ഐച്ഛിക ധർമ്മം എന്നുള്ള അർത്ഥത്തിലും സക്കാത്ത് എന്നുള്ള അർത്ഥത്തിലും വന്നിട്ടുണ്ട്. അപ്പൊ താങ്കൾ ഒന്ന് സ്വതക്ക കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചല്ലോ. വക്കാന ഇന്ത്യ ഹുലിയുല്ലി, എനിക്ക് കുറച്ച് ആഭരണങ്ങളുണ്ട് കണ്ടോ. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടി. ആഭരണങ്ങൾക്ക് സക്കാത്ത് ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് കിട്ടി. അപ്പൊ നമ്മളത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആഭരണങ്ങള് അത് ധനമാണ്, ധനത്തിന്റെ അടിത്തറയാണ്, സമ്പാദ്യമാണ്, അത് നിക്ഷേപമാണ്. അത് ഉപയോഗിക്കുന്ന ആഭരണങ്ങളാണെങ്കിലും അല്ലെങ്കിലും 55 ഗ്രാം അത്ര പവൻ, അതിന്റെ പരിധി ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. നമ്മൾ വിശദാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. അതിന്റെ ആയത്തുകളും ഹദീസുകളും വിശദീകരണങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ്സിലേക്ക് നിങ്ങൾ മടങ്ങണം. അപ്പൊ എനിക്ക് കുറച്ച് ആഭരണങ്ങൾ ഉണ്ടല്ലോ, ഫഅറത്തു അൻ അതസദ്ദഖ ബിഹി, അത് സ്വതക്ക കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ പ്രശ്നം എന്താ അറിയോ? ഞാൻ കൊടുത്താൽ പോരെ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി. പ്രശ്നം എന്താണ്? അങ്ങനെ ഞാനത് കൊടുക്കാൻ തീരുമാനിച്ചു. ഫസഅമ ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് പറയുന്നുണ്ട് എന്ത്? അന്നഹു വ വലദഹു, ഇബ്നു മസ്ഊദ് പറഞ്ഞു എന്ത്? ഞാനും എന്റെ കുട്ടിയാണ് എന്ത്? അഹഖു മിൻ തസദ്ദഖ്തു ബിഹി അലൈഹിം, തസദ്ദഖ്തു ബിഹി അലൈഹിം, എന്ത്? മറ്റുള്ളവർക്ക് ഞാൻ സക്കാത്ത് കൊടുക്കുന്നതിനേക്കാൾ അർഹനായിട്ടുള്ളത് അത് എനിക്കും എന്റെ മകനുമാണ് തരേണ്ടത് എന്നുള്ളത് ഇബ്നു മസ്ഊദ് പറഞ്ഞു. ഇബ്നു മസ്ഊദ് ആരാണ്? ഭർത്താവാണ്. അപ്പൊ ഇത് നബിനോട് വന്നിട്ട് പറയണേ, ഞാനത് സക്കാത്ത് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇബ്നു മസ്ഊദ് എന്ത് പറഞ്ഞു? പുറത്തേക്കല്ല കൊടുക്കേണ്ടത്, ഞാനും എന്റെ മകനുമാണ് അതിന് അവകാശപ്പെട്ട ആള്. അപ്പൊ ഈ ഹദീസിന്റെ ഇതിൽ പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്ത്? അടുത്ത ആളുകളാണെങ്കിൽ പോലും, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു നിർബന്ധമായും ചെലവിന് കൊടുക്കേണ്ട ആളുകൾക്ക് സക്കാത്ത് കൊടുക്കരുത്. കാരണം അതൊരു കുതന്ത്രാണ്, ജൂതന്മാരുടെ പരിപാടിയാണ്. നബിനാർക്ക് ചെലവിന് കൊടുക്കണ്ടല്ലോ, കാരണം സക്കാത്ത് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പൊ അത് പറ്റൂല. എന്നാൽ നിർബന്ധമായും ചെലവിന് കൊടുക്കേണ്ട ആളുകൾ തന്നെ അവർക്ക് കടം വന്നു, പെട്ടെന്ന് കടം വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസ് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു, എന്നാൽ എന്ത് ചെയ്യാ? നമുക്ക് നമ്മുടെ ചെലവ് കൊണ്ട് അത് താങ്ങൂല എന്നുണ്ടെങ്കിൽ നമ്മുടെ സക്കാത്ത് കൊണ്ട് കൊടുക്കുന്നതിന് ഒരു വിരോധമല്ല. അതിന്റെ തെളിവ് കൂടിയാണ് ഈ ഹദീസ്. അതുകൂടി മനസ്സിലാക്കണം. എന്നാൽ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ ചെലവ് കൊടുക്കേണ്ട ബാധ്യത ഉണ്ടോ ഭർത്താവിന്? അതില്ല. അത് പ്രത്യേകം മനസ്സിലാക്കും വേണം. അപ്പോ പിന്നെ അത് നമ്മൾ പറയുന്നുണ്ട് അതിന്റെ ഫത്വകള്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വദഖ ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് പറഞ്ഞത് സത്യമാണ്. സൗജുകി വ വലദുകി, അതായത് നിന്റെ ഭർത്താവും നിന്റെ മകനുമാണ് അഹഖു മൻ തസദ്ദഖ്തി ബിഹി അലൈഹി, നീ മറ്റുള്ളവർക്ക് ആർക്കാണോ അത് കൊടുക്കുന്നത് അവരെക്കാൾ ആ സ്വതക്ക, ആ സക്കാത്ത് കൊടുക്കാൻ അർഹമായിട്ടുള്ളത് ആരാണ്? നിന്റെ ഭർത്താവും നിന്റെ മകനുമാണ്. അപ്പൊ ഇതാണ് ഹദീസ്. അപ്പൊ ഈ ഹദീസിന് എന്ത് കിട്ടി? നബി എന്താ പറഞ്ഞ്? അത് ഇന്നെ ഏൽപ്പിക്കുന്നാണോ പറഞ്ഞ്? അത് ഒറ്റ കൊടുത്താൽ വീടൂല,
അന്റെ സക്കാത്ത് ശരിയാവില്ല, സ്വഹീഹാവില്ല എന്നാണ് പറഞ്ഞ്. അതിനെ അത് തെളിവ് പിടിച്ചു. ഈ പറഞ്ഞെന്താ, അത് ഇബ്നു മസ്ഊദിന് കൊടുത്തോന്നാ പറഞ്ഞ്. കൊടുത്താ വീടൂലെന്നല്ല പറഞ്ഞത്, കൊടുത്തോന്ന്. ഏത് സക്കാത്ത് ആർക്ക് കൊടുത്തോന്ന്? ഭാര്യ ഭർത്താവിന് കൊടുത്തോന്ന്. അതൊരു സംഘത്തെ ഏൽപ്പിച്ചോ അല്ലെങ്കിൽ ഇന്നെ ഏൽപ്പിച്ചോ, നബിയാണല്ലോ. അല്ലെങ്കിൽ ഞാൻ സക്കാത്ത് പിരിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവർക്ക് കൊടുത്തോന്നല്ല പറഞ്ഞ്. സക്കാത്തിന് നിസാബ് എത്തിയിട്ടുണ്ടോ, എന്നാ അത് ആ സക്കാത്ത് പിരിക്കാൻ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അവർക്ക് കൊണ്ടുപോയി കൊടുത്തോന്നല്ല പറഞ്ഞ്. അവർക്ക് കൊടുത്തോ, ഭർത്താവിന് കൊടുത്തോ, അവരാണ് അതിന് അവകാശപ്പെട്ടവൻ എന്ന് പറഞ്ഞ് ഫത്ത് കൊടുക്കുക ചെയ്തു. അവ നേരിട്ട് കൊടുക്കാം എന്നുള്ളതിന്റെ ഒരു തെളിവ് സക്കാത്ത് നേരിട്ട് കൊടുക്കാം, ജായിസാണ്. ജായിസാണെന്ന് മാത്രമല്ല, അതാണ് ഖൈർ, അതാണ് അഫ്ളൽ. ഇനി ഈ ഹദീസ് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലും ഉണ്ട് കേട്ടോ. ഞാൻ വായിച്ചത് ബുഖാരിത്താണ്. ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ഇബ്നു ഹജർ പറഞ്ഞു. എന്ത്? ചില ആൾക്കാർ പറഞ്ഞു എന്താ ഇവിടെ സ്വതക്കാന്നല്ല പറഞ്ഞത്. ആ പണ്ഡിതന്മാര് പറഞ്ഞു സ്വതക്കാന്നായിക്കോട്ടെ, നല്ലെന്താ പ്രശ്നം? ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ഇബ്നു ഹജർ, ഹാഫിൽ ഇബ്നു ഹജർ പറഞ്ഞു, വസ്തുദില്ല ബിഹാദൽ ഹദീസി, ഈ ഹദീസ് കൊണ്ട് തെളിവ് പിടിക്കുന്നുണ്ട്. എന്തിന്? അലാ ജവാസി, അനുവദനീയമാണ് എന്നുള്ളതിന്, ദഫ്ഇൽ മർഅതി സകാതഹാ ഇലാ സൗജിഹാ, ഒരു ഭാര്യക്ക് അവളുടെ ഭർത്താവിന് സകാത്ത് കൊടുക്കാം. സകാത്ത് എന്നാ പറഞ്ഞ് ആര്? ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ഇബ്നു ഹജർ പറയുന്നത് ഐച്ഛിക ദാനധർമ്മം എന്നല്ല. ഷെയ്ഖ് ഹുസൈമിനും ശരിക്കും ഇതിനെ ഖണ്ഡിച്ചിട്ടുണ്ട്, അങ്ങനെ പറയുന്ന ആൾക്കാരെ. അപ്പോൾ എന്താണ്? സകാത്ത് തന്നെ കൊടുക്കാം. ആർക്ക്? ഭാര്യക്ക് ഭർത്താവിന്. ഭാര്യക്ക് ധനമുണ്ടെങ്കിൽ, ഭർത്താവ് ആ സകാത്തിന് അവകാശിയാണെങ്കിൽ അത് കൊടുക്കാം എന്നുള്ളതിന്, ജായിസാണ് എന്നുള്ളതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. ഈ ഹദീസ് കൊണ്ട് തെളിവ് പിടിക്കപ്പെടുന്നു എന്ന് ഇബ്നു ഹജർ വ്യക്തമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഒരു തെളിവായി. ഇനി ഇതല്ലാത്ത കുറെ തെളിവുകളുണ്ട്. ഇനി ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞത് കൂടി ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ലജ്നത്ത് ദായിമയോട് ചോദിച്ചു. എന്താ ചോദ്യം? ഹൽ യജൂസു അൻ തുസ്റഫൽ മർഅതു സകാത്ത മാലിഹാ ലി സൗജിഹാ ഇദാ കാന ഫഖീറൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ഇത് ഭർത്താവ് ദരിദ്രനാണ്, ഇദാ കാന ഫഖീറൻ എന്ന് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഭർത്താവ് ദരിദ്രനായിരുന്നാൽ ഭാര്യക്ക് അവളുടെ സകാത്ത് ഭർത്താവിന് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ലജ്നന്റെ ഉത്തരം, യജൂസു അൻ തുസ്റഫൽ മർഅതു സകാത്ത മാലിഹാ ലി സൗജിഹാ ഇദാ കാന ഫഖീറൻ ദഫ്അൻ ലി ഫഖരിഹി. ഭർത്താവ് ദരിദ്രനാണെങ്കിൽ ഭാര്യക്ക് അവളുടെ ധനം ഭർത്താവിന് കൊടുക്കാം, ആ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ, ഭർത്താവിനെ സഹായിക്കാൻ. എന്നിട്ട് ഖുർആന്റെ ആയത്ത് തെളിവ് കൊടുത്തു. ലജ്നത്ത് ദായിമ അള്ളാഹ് പറഞ്ഞല്ലോ, ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകിൻ. അപ്പൊ ഭർത്താവ് എന്തിൽ പെടും? ഈ മിസ്കീനിലും ഫുഖറായിലും പെടും. അപ്പൊ അത് ജായിസാണ് എന്നുള്ളത് ലജ്നത്ത് ദായിമ ഫത്വ കൊടുക്കുകയാണ്. ഇനി മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു അഫ്ളൽ ഇതാണെന്ന് പറഞ്ഞു. ഏത്? നേരിട്ട് കൊടുക്കുക എന്നുള്ളത്. എന്നാൽ സംഘടിതമായിട്ട് കൊടുത്തുകൂടെ? കൊടുക്കാം. എന്നാൽ സംഘടിതമായി ഒരാൾ കൊടുത്തിട്ടില്ലെങ്കിൽ, നമ്മുടെ നാട്ടിലൊക്കെ അതിന്റെ സംഘടനകളുണ്ട്, സകാത്ത് വീടൂല എന്ന് പറയാൻ പറ്റില്ല, അത് തെറ്റാണ്, അത് തെറ്റാണ്. അപ്പൊ നേരിട്ട് കൊടുക്കാം എന്നുള്ളതിന്റെ തെളിവും പറഞ്ഞു, അതിന്റെ വിശദീകരണവും പറഞ്ഞു. ലജ്നത്തു ദായിമയുടെ ഫത്വയും വായിച്ചു. ലജ്നത്ത് ദായിമ എന്ന് പറഞ്ഞാൽ സൗദിയിലെ ഔദ്യോഗികമായ പണ്ഡിത സഭയാണ്. അവരൊരു ചോദ്യം കൊടുത്താല് പിറ്റേന്ന് മറുപടി കിട്ടൂല. അത് അവര് പഠിച്ച് ലജ്ന കൂടി ആ പണ്ഡിതന്മാര് വന്ന്, അപ്പൊ അത് ഒന്നോ രണ്ടോ ആളുകളുടെ ഒറ്റപ്പെട്ട അഭിപ്രായമല്ല, അതിൻ്റെതായ തെളിവുകൾക്കനുസരിച്ചിട്ട് അവര് കാര്യങ്ങൾ വിശദീകരിച്ചു തരാം. ഇനി ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തോട് ഒരു ചോദ്യം, ആ ചോദ്യം ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോ. യൂജദു ഫീ മിൻതഖതിന, ഞങ്ങളുടെ നാട്ടിലുണ്ട്, ഫർഉൻ ലി ജംഇയ്യത്തിൽ ഖൈരിയ. ഈ ജംഇയ്യത്തുൽ ഖൈരിയ നമ്മളവിടേക്കല്ലേ, ഈ ചാരിറ്റി
സൊസൈറ്റികൾ, അങ്ങനെയുള്ള സംഘടനകൾ, ജമിയത്തുൽ ഖൈരിയ ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഹൽ യജൂസു അൻ അദ്ഫഅ ശൈഅൻ മിൻ സകാത്തി മാലി ഫീഹാ ലഹും, എന്റെ സകാത്തിൽ നിന്ന് ഷൈഅൻ എന്തെങ്കിലും അവർക്ക് കൊടുക്കൽ ജായിസാണോ? അപ്പൊ അവിടെ ഒരു സംഘടന ഉണ്ട്, ഒരു സംഘമുണ്ട്, ഒരു ജമിയത്തുൽ ഖൈരിയ ഉണ്ട്. അവർക്കിത് കൊടുക്കൽ ജായിസാണോ ആണ് ചോദ്യം. ജായിസാണോ എന്നുള്ളതാണ് നമ്മൾ പറയണത്. നമ്മൾ നിർബന്ധമാണോ അല്ലേ എന്നുള്ളത്. സക്കാത്ത് അങ്ങനെ കൊടുത്താല് അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ ആ സക്കാത്തിന് കൂലിട്ടു അല്ലേ എന്നുള്ള ചർച്ചയാണ്. അപ്പൊ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറുപടി എന്താ അറിയോ? ഇദാ കാനൽ ഖായിമൂന അലാ ഹാദൽ ഫർഇൽ ഖൈരി മിമ്മൻ യൂസിഖു ബിഹിം ഫീ ദീനിഹിം വഇൽമിഹിം, ഈ പറഞ്ഞ ഈ ചാരിറ്റിന്റെ ആളുകൾ, ഈ സ്ഥാപനത്തിന്റെ ആളുകൾ അവര് വിശ്വസ്തരാണ് അവരുടെ ദീനിന്റെ കാര്യത്തിലും ഇൽമിന്റെ കാര്യത്തിലും. അപ്പൊ വെറുതെ ഒരു സംഘടന ഉണ്ടാകും കൊണ്ടു കൊടുക്കാൻ പറ്റൂല. അതൊക്കെ പണ്ഡിതന്മാര് കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അവരർഹരായ ആളുകൾക്ക് കൊടുക്കുന്നുണ്ടോ നോക്കണം, അവകാശികൾക്ക് തന്നെയാണോ കൊടുക്കുന്നുണ്ടോ നോക്കണം. കാരണം അന്ന് അവകാശികൾക്ക് ഇത് പോകുന്നില്ല. അന്ന് പള്ളിക്ക് മദ്രസക്കൊക്കെയാണ്. പള്ളിക്ക് മദ്രസക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? അത് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അതിന് പറ്റൂല. തഹ്ഫീദുൽ ഖുർആന്റെ സ്ഥാപനത്തിന് പോലും സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. പിന്നെന്താ നമ്മളെ നാട്ടിലുള്ള അറബിക് കോളേജുകളും മദ്രസയും സ്ഥാപനങ്ങളും, അതിൽ പഠിപ്പിക്കുന്ന അധ്യാപകര് ഫക്കീറന്മാരാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഈ സക്കാത്തിന്റെ ഒരു വലിയൊരു ശതമാനം ഇങ്ങനെയുള്ള അതിലേക്കാണ് പോകുന്നത്, ഇങ്ങനെയുള്ള ഫണ്ടിലേക്കാണ് പോകുന്നത്. അതിന്റെ അർഹരായ ആളുകൾക്ക് അത് കിട്ടുന്നില്ല. അപ്പൊ എന്താണെങ്കിലും അവര് വിശ്വസ്തരാണെങ്കിൽ, ദീനിന്റെ കാര്യത്തിൽ ഇൽമിന്റെ കാര്യത്തിൽ അവർ ഓക്കെ ആണെങ്കിൽ, കാര്യങ്ങൾ ആ രൂപത്തിൽ അവർ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ, ഫലാ ബഅസ അൻ തദ്ഫഅ ഇലൈഹിം മിൻ സകാത്തിക, നിന്റെ സക്കാത്തിൽ നിന്ന് അവർക്ക് കൊടുക്കുന്നതിന് ഫലാ ബഅസ്, തെറ്റില്ല. വതുഖ്ബിറുഹും ബിഹാദാ, നീ അവരോട് പറഞ്ഞേക്കണം, ഐ ബി സകാത്ത്, ഇത് സക്കാത്താണെന്നുള്ളത് പറഞ്ഞേക്കണം. ലിയല്ലാ യസ്രിഫഹ മസ്രിഫ സദഖാത്തി, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ഐച്ഛികമായ ധർമ്മങ്ങൾ കൊടുക്കുന്ന ഒരു ഇതിലൊക്കെ അവർ കൊടുക്കും. അങ്ങനെ ഉണ്ട്, അതും പറ്റൂല. അത് ശ്രദ്ധിക്കുമാണ്, അത് പറ്റൂല. അത് ലജനോട് വേറെ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ സക്കാത്തിന്റെ ഇത് പിരിച്ചിട്ട് ഇവർ ആ ധനം എന്താ ചെയ്യാണ്, പെരുന്നാളിന് ഇത് അറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അറുത്തിട്ട് സാധുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? പറ്റൂല എന്നാ പറയുന്നത്. അപ്പൊ ഇതിന്റെ അവകാശികൾക്ക് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കണം. കാരണം അതുകൊണ്ടാണ് ആ 8 ആളുകളെ എണ്ണി പറഞ്ഞത്. അത് തോന്നിയവർക്കൊക്കെ പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ 8 ആളുകളെ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ സബീലില്ല എന്നുള്ളതിനെ ചില ആൾക്കാരെന്ത് ചെയ്യണം, വലിച്ചു നീട്ടാണ്. സബീലില്ല എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാന്റെ മാർഗത്തിൽ, എല്ലാം അള്ളാന്റെ മാർഗത്തിലാണ്. പള്ളി അള്ളാന്റെ മാർഗത്തിലാണ്, നമ്മുടെ സംഘടനകൾ അള്ളാന്റെ മാർഗത്തിലാണ്, ഇസ്ലാമിക് സെന്ററുകൾ അള്ളാന്റെ മാർഗത്തിലാണ്, മദ്രസ അള്ളാന്റെ സ്ഥാപനത്തിലാണ്, അറബി കോളേജുകൾ അള്ളാന്റെ, ഒക്കെ അള്ളാന്റെ മാർഗത്തിൽ തന്നെയല്ലേ. അപ്പൊ അതങ്ങനെ വലിച്ചു കിട്ടാൻ പറ്റൂല. സബീലില്ല എന്നുള്ളത് യോദ്ധാക്കളാണ്, യുദ്ധാണ്. അതിലേറിപ്പോയാൽ വേറെ 1-2 ചിലതേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷെ അത് പറഞ്ഞ ആളുകൾ പോലും എന്ത് പറഞ്ഞിട്ടില്ല, പള്ളി മദ്രസ ഒന്നും അതിൽ എണ്ണിയിട്ടില്ല. അപ്പൊ എന്താണെങ്കിലും നമുക്ക് സമയത്തിനനുസരിച്ച് പറഞ്ഞുതരാം. അപ്പൊ എന്താ പറഞ്ഞത്, ഇത് സക്കാത്താണെന്ന് പറഞ്ഞിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അത് വേറെ വകുപ്പിലൂടെ അവരെ കൈകാര്യം ചെയ്യും. എന്നിട്ട് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അമ്മാ ഇദാ കുൻത ലാ തഅരിഫ് അൻ ഹാലിഹിം, എന്നാൽ ഈ പറഞ്ഞ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ സംഘടന അല്ലെങ്കിൽ ഈ ജമിയത്തുൽ ഖൈരിയ അവരെ കുറിച്ച് നിനക്ക് കൃത്യമായ ഒരു ഐഡിയ ഒന്നുമില്ലെങ്കിൽ, ഫൽ അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, അൻ തുഅദ്ദി ദാലിക ബിനഫ്സിക്, നീ തന്നെ ആ സക്കാത്ത് കൊടുക്കലാണ്. അൻ തുഅദ്ദിയ ദാലിക ബിനഫ്സിക്, നീ തന്നെ ആ സക്കാത്ത് കൊടുക്കലാണ് അഫ്ളൽ. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി പറയണ, ബൽ, അല്ല. അവിടെ ഒരു ഷർത്ത് അദ്ദേഹം വെച്ചെന്ത്, ആ ജംഇയ്യത്തുൽ ഖൈരിയ വിശ്വസ്തരല്ലെങ്കിൽ നിന്നെ കൊടുക്കലാണ് അഫ്ളൽ. എന്നിട്ട് ഷെയ്ഖ് ഹുസൈൻ പറയണ, ഇനി അല്ല, അവരിനി പിന്നെ വിശ്വസ്തരാണെങ്കിൽ തന്നെ, ബൽ, ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ, അല്ലെ അങ്ങനെയാണെങ്കിൽ തന്നെ അൽ അഫ്ളൽ അൻ തുഅദ്ദി ദാലിക ബിനഫ്സിക മുത്ലഖൻ, സാധാരണഗതിയിൽ മുത്ലഖ് ഏത് സന്ദർഭത്തിലും. ഇനി അവിടെ ഉണ്ടോ അങ്ങനെ ഒരു സക്കാത്ത് ഒരു ശേഖരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടോ അല്ലാതിരിക്കട്ടെ, മുത്തലക്കായിട്ട് തന്നെ അഫ്ളൽ എന്താണ്, അത് നീ തന്നെ കൊടുക്കലാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്താ പറയുക, എന്താ കാരണം എന്നറിയോ, നീ നേരിട്ട് കൊടുക്കുന്നതാണ് അഫ്ളൽ എന്ന് പറയാൻ കാരണം, ലിഅന്ന കൗനൽ ഇൻസാനി യുബാഷിർ
അത് നേർക്ക് നേരെ മുബാശറയിട്ട് ഇഖ്റാജു സകാത്തി ബിനഫ്സിഹി, ആ നേർക്ക് നേരെ ആ സകാത്ത് കൊടുക്കുക എന്നുള്ളത് വയത്മഇന്നു ഇലാ വസൂലിഹ ഇലാ അഹ്ലിഹ, അത് നേരിട്ട് അതിന്റെ ആളുകൾക്ക് അഹിൽകാർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. ഒരു അല്ലെ, ഒരു ഫക്കീറാണ്, മിസ്കീനാണ്, കടള്ള ആളാണ്. അപ്പോ എന്റെ സകാത്ത് അത് അവന് അർഹമായ കൈകളിൽ തന്നെ നേരിട്ട് അത് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു തുമഇന്നത്ത്. ഇത് ഷെയ്ഖ് ഉസൈമീന്റെ വിശദീകരണമാണ് കേട്ടോ. നേരിട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കണം. വയുസാബു, അതേപോലെ അതിന്റെ വയുസാബു വയുജറു അലാ തഅബി വസൂലിഹ ഇലാ അഹ്ലിഹ, അതിന്റെ ആൾക്കാരുടെ അടുത്തേക്ക് അത് എത്തിക്കാൻ അവന് തഅബ്, അവന് പ്രയാസം ഉണ്ടാവും അത് എത്തിച്ചു കൊടുക്കാന്. അപ്പൊ ആ പ്രയാസത്തിൽ അവന് പ്രതിഫലം ആഗ്രഹിക്കാണ്. അപ്പൊ ആ പ്രതിഫലം അവന് കിട്ടും, മനസ്സിനൊരു റാഹത്തായി. അതുകൊണ്ട് ഔല, എന്നിട്ട് അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നത് ഔല. ഒന്നുകൂടി അദ്ദേഹം പറയണം. ആദ്യം അഫ്ളൽ എന്ന് പറഞ്ഞു, പിന്നെ ഔല, ഏറ്റവും അർഹമായിട്ടുള്ളത് മിൻ കൗനിഹി യുഅ്തിഹാ ലിമൻ യുഅ്തിഹാ അൻഹു, അത് മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിനേക്കാൾ അത് ഔലായിട്ടുള്ള എന്താണ്, അത് സ്വയം അത് കൊടുക്കുന്നതാണ്. എന്നാൽ അത് ഏൽപ്പിക്കൽ ജായിസാണ്. ഒരു വ്യക്തിനെ ഏൽപ്പിക്കാം, ഒരു സംഘടന ഏൽപ്പിക്കാം, അത് ജായിസാണ്. അതിനാണ് നമ്മൾ തൗക്കീൽ അറിയാലോ, വക്കാലത്ത് വക്കാലത്ത് ആണ് എന്ത് തൗക്കീല്, വേറൊരാളെ ഏൽപ്പിക്കാം. നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറൊരാളെ ഏൽപ്പിക്കാം, അതിന് ഒരു വിരോധമല്ല. പിന്നെ സംഘടിതമായിട്ട് കൊടുക്കുന്നുണ്ട്, അതില് ഹയറുണ്ട് എങ്കിൽ നമുക്ക് അതിനും കൊടുക്കൽ ജാഹിസാണ്. എന്നാൽ അതിന് കൊടുത്തിട്ടില്ലെങ്കിൽ നേർക്ക് നേരെ കൊടുത്താൽ അത് സക്കാത്താവില്ല എന്ന് പറയാൻ പറ്റില്ല. ഷെയ്ഖ് ഹുസൈമീൻ പറയുന്നത് അഫ്ളൽ കൂടി നേർക്ക് നേരെ കൊടുക്കല. അതിന്റെ തെളിവും നമ്മൾ പറഞ്ഞു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു തഫ്രീഖുഹു ബിനഫ്സിഹി അഫ്ളലു മിനത് തൗക്കീൽ, തൗക്കീലിനേക്കാൾ അഫ്ളൽ എന്താ, തഫ്രീഖുഹു ബിനഫ്സിഹി, ഒറ്റക്ക് അത് കൊടുക്കുന്നതാണ്. ഇമാം നവവി അദ്ദേഹത്തിന്റെ ശറഹുൽ മുദവ്വിൽ പറഞ്ഞു. അതാണ് ആര് പറഞ്ഞത്. ഇതേപോലെ തന്നെ പിന്നെ ലജ്നത്ത് ദായിമയോട് ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇതിലേതാണ് നല്ലതെന്ന്. ആ ചോദ്യം എന്താണ്? ചോദ്യം തന്നെ നല്ല ചോദ്യമാണ്. ആ ചോദ്യം കൂടി വായിക്കണം തോന്നണം. ആ ചോദ്യം കൂടി വായിക്കണം. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. എന്താ ചോദ്യം എന്ന് പറയുമോ? ലജ്നത്ത് ദായിമയോടുള്ള ചോദ്യം, കാമത്ത് ഫി ബഅദി ദുവലിൽ ഇസ്ലാമിയ, ചില ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ, കാരണം നമ്മൾ പറയുന്നത് വെടിപ്പും വൃത്തിയാക്കി പറഞ്ഞു പോകുന്നതാണല്ലോ നല്ലത്. അതല്ലാതെ ഞാനിതിങ്ങനെ അത് നേർക്ക് നേരെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു പോകുമ്പോ ആകെ ഒച്ചപ്പാടാവും. അതിനെന്താ തെളിവ്? എന്താ അങ്ങനെ പറയണം, അതെന്താ അങ്ങനെ പറയണം? അപ്പൊ അതില്ലാതിരിക്കാനും പറയുന്ന വിഷയമാണ്ട് നിങ്ങൾക്ക് തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം എന്താണ്? അപ്പോ പിന്നെ കാമത്ത് ഫി ബഅദി ദുവലിൽ ഇസ്ലാമിയ, ചില ഇസ്ലാമിക രാഷ്ട്രങ്ങൾ കണ്ടോ, ഇസ്ലാമിക രാഷ്ട്രങ്ങളെ കുറിച്ചാണ്. മുഅസ്സസാത്തുൻ വ ലിജാനുൻ, അവിടെ ചില സ്ഥാപനങ്ങളുണ്ട്, ലജ്നകളുണ്ട്. എന്തിന്? ലിജംഇ വ തൗസീഇ സകാത്തി, സകാത്ത് വിതരണം ചെയ്യാനും അത് ശേഖരിക്കാനും. ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ചില സംഘടനകളുണ്ട്, ലജ്നകളുണ്ട്. ബിഹൈസു തഖൂമു ബി തഫഖുദിൽ ഉസ്റ വ ദിറാസത്തി ഹാലത്തിഹാ വഹൽ ഹിയ മുഹ്താജത്തുൻ ഇലൽ മാലി, അവരെന്ത് ചെയ്യുന്നു? ഓരോ കുടുംബത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു, പഠനത്തിന്റെ അന്വേഷിക്കുന്നു. എന്നിട്ട് അവരിത് അന്വേഷിച്ചിട്ടാണ് അവർ കൊടുക്കുന്നത്. ഇങ്ങനെ ധനമായിരിക്കണം ആവശ്യമുള്ളത് അന്വേഷിച്ചിട്ടാണ് അവർ കൊടുക്കുന്നത്. എന്നിട്ട് ചോദ്യം, ഫഅയ്യുഹുമാ അഫ്ളൽ, ഏതാണ് ശ്രേഷ്ഠം? വഅഖറബു ഇല സുന്ന, സുന്നത്തിനോട് ഏറ്റവും അടുത്തതും അഫ്ളലും ഏതാണ്? അദ്ഫഉൽ മുബാശർ, എന്താ മുബാശർ? ലൈവ്, അല്ലെ? ലൈവ്. അങ്ങനെ ഈ ലജ്നകളെയും മുഅസ്സസാത്തുകളെയും ഏൽപ്പിക്കുന്നതാണോ? ഇത് ലജ്നനോടുള്ള ചോദ്യം കേട്ടോ. ഏതോ ഒരാള് ഒറ്റപ്പെട്ട അഭിപ്രായം പറഞ്ഞു എന്നുള്ളതല്ല, ലജ്നനോടുള്ള ചോദ്യമാണ്. ഏതാണ് അഫ്ളല്? സുന്നത്തിനോട് ഏറ്റവും അഖ്റബ്, വഅഖ്റബു ഇല സുന്ന, അഖ്റബു ഇല സുന്ന, സുന്നത്തിനോട് ഏറ്റവും അടുത്തത് ഏതാണ്? ഇതിന് നേരിട്ട് കൊടുക്കുന്നതാണോ? മിനൽ മുസക്കീലിൽ ഫക്കീരി, സകാത്ത് കൊടുക്കുന്നവൻ ഫക്കീറിന് നേരിട്ട് കൊടുക്കുന്നതാണോ? അമിദ്ദഫ്ഉ ഹാദിഹിൽ മുഅസ്സസാത്തി വസ്സനാദീഖി, സുന്ദൂഖ് സ്വനാദീഖ് എന്ന പെട്ടി, അതായത് ഈ ചാരിറ്റികൾ എന്നൊക്കെ പറയില്ല, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ള ചാരിറ്റികൾക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണോ അഫ്ളലും സുന്നത്തിനോട് ഏറ്റവും അടുത്തതും? പിന്നെ അതാണ് ചോദ്യം, ഏതാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പൊ അതിന് ലജ്നത്ത് ദായിമ കൊടുക്കുന്ന മറുപടി കേട്ടോ. എന്താ മറുപടി? ഇദാ തവല്ലൈത, നീ ഏറ്റെടുക്കുകയാണെങ്കിൽ,
അൽ ഇഖ്റാജു ബിനഫ്സിക്, എന്ത് നീ തന്നെ കൊടുക്കുക. വതഹറൈത, തഹറ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, പിന്നെ അന്വേഷിച്ച് കണ്ടെത്തുക. ലൈലത്തുൽ ഖദറിനെ പറ്റി പറഞ്ഞ ഹദീസിൽ എന്താ വന്ന്, തഹറൗ ലൈലത്തുൽ ഖദരി അല്ലെ, ലൈലത്തുൽ ഖദർ നിങ്ങളെ തെരഞ്ഞിരിക്കണം, തെരാവിന് പോയിരിക്കുക എന്നുള്ളതല്ല. അവസാനത്തെ പത്തിൽ ഇങ്ങനെ ഖുർആൻ ഓതിയിട്ടും അങ്ങനെ തഹറ എന്നിട്ട് ലൈലത്തുൽ ഖദറിന്റെ ഫസ്റ്റ് കൊടുക്കണം. എന്ത് ഇദാ തവല്ലൈത അൽ ഇഖ്റാജു ബിനഫ്സിക്, നീ അത് കൊടുക്കുക. വതഹറൈത, നീ ജാഗരൂകനായി അത് സൂക്ഷ്മതയോടുകൂടി വളൈഹ ഫി യദി മുസ്തഹിഖിഹ മിൻ അഹ്ലിഹ, അതിന്റെ അഹ്ലുകാരിൽപ്പെട്ട അർഹനായിട്ടുള്ള ഒരാളുടെ കയ്യിൽ വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി നീ ജാഗരൂകനായി അത് അന്വേഷിച്ചിട്ട് വെച്ചു കൊടുക്കുക. എങ്ങനെ, ഹസ്ബി ഇജ്തിഹാദിക, അതിന്റെ ഇജ്തിഹാദിനനുസരിച്ച്, അതായത് നീ അത് തെരഞ്ഞ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ അവകാശിയുടെ കയ്യിൽ കൊടുക്കുന്നത്. ഫഫീദാലിക ഇത്മീനാനുൽ ഖൽബിക്, നേരത്തെ ഷെയ്ഖ് ഹുസൈൻ പറഞ്ഞതുപോലെ അതിൽ നിനക്ക് നിന്റെ ഹൃദയത്തിന് എന്തുണ്ട്, ഒരു സുഖമുണ്ട്. അപ്പൊ അതാണ് ഇതിനകത്ത് ദായ്മ കൊടുക്കുന്നത്, അതിൽ എനിക്ക് റാഹത്തുണ്ട്. എന്നിട്ട് അതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെ പറ്റിയുള്ള മറുപടി എന്താ പറഞ്ഞ്, ഒന്നാമത്തിന്റെ മറുപടിയായി എന്ത്, അഖ്റബു സുന്ന എന്താണ്, അഫ്ളലും, അത് അതിന്റെ അവകാശികൾക്ക്. വേറെ ചില ആൾക്കാരുണ്ട് എന്ത്, അത് കുടുംബക്കാർക്കാണ് കൊടുക്കും, അത് ഫക്കീറാണോ മിസ്കീനാണോ നോക്കിയിട്ടൊന്നുമല്ല, കൊടുത്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പറയാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, സക്കാത്തിൻ്റെതൊക്കെ ആണ് കൊടുക്കും. അത് പറ്റൂല. അവൻ ഫക്കീറാണ് മിസ്കീനാണ്, അവൻ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ 2 കൂലിയുണ്ട്, ഒന്ന് സദക്കന്റെ കൂലി, മറ്റൊന്ന് സീലത്തിന്റെ കൂലി, കുടുംബബന്ധം 2 കൂലി കിട്ടുന്നുള്ള. അതാണ് നബി എന്ത് പറഞ്ഞ്, സൈനബ് റളിയല്ലാഹുവിനോട് ഭർത്താവിന് കൊടുത്തോന്ന് പറഞ്ഞു, ഇബ്നു മസ്ഊദിന് കൊടുത്തോന്ന് പറഞ്ഞു. അപ്പൊ കുടുംബം എന്നുള്ളതല്ല അവിടെ പരിഗണന, അവരർഹരാണോ, കുടുംബത്തിലുള്ളവർ അർഹരാണോ അല്ലേ എന്നുള്ളതാണ് വിഷയം. അപ്പൊ അവര് വൈനഹത്ത, ഇനി നീ തീരുമാനിച്ചാൽ ബിൽ ഇഖ്റാജി സകാത്ത് കൊടുക്കാൻ, ഇലാമൻ തസിക്കു ബിഹി ഫി സർഫിഹാ ഫി മസാരിഫിഹ ശറയ്യ, അത് ശറയ്യായ രൂപത്തിലൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു പിന്നെ ആളുകളാണെങ്കിൽ, ഒരു സംഘമാണെങ്കിൽ, ഒരു ചാരിറ്റി ആണെങ്കിൽ, ഫഹാദ ജായിസ്, അത് ജായിസാണ്, വിരോധമൊന്നുമില്ല, കൊടുക്കണ്ടെന്ന് നമ്മൾ പറയുന്നില്ല, ജായിസാണ്. എന്നാൽ അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ വീടൂല എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ സംഘടനക്ക് കൊടുക്കാനും പാടില്ല എന്നുള്ളതും പറയാൻ പറ്റില്ല, രണ്ടും തെറ്റാണ്. അപ്പൊ ഇതാണ് ലജ്നത്ത് ദായിമ കൊടുക്കുന്ന മറുപടി. അവരുടെ ഫത്വ നമ്പർ 5580 കാണാം, 5580, അതിൽ ഈ ഫത്വ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ തെളിവുകൾ പറഞ്ഞു, അങ്ങനെ നേരിട്ട് കൊടുക്കാം, മറ്റതും ജായിസാണ്, അതിനും തെളിവ്. അപ്പൊ 2 കാര്യങ്ങളാണ് പറഞ്ഞു. ഇനി അതിലുള്ള പ്രധാനപ്പെട്ട ഒന്ന് കാലിന് നിർത്തലേ, ഇനി പ്രധാനപ്പെട്ട അതിലൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പള്ളി നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന്റെ തെളിവ് കൂടി നിങ്ങൾക്ക് കിട്ടണമല്ലോ. പള്ളി, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള കോളേജുകൾ, ഇതിനൊക്കെ സക്കാത്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, സക്കാത്തിന്റെ അവകാശികളെ കൃത്യമായി ഖുർആൻ എണ്ണി പറയുന്നുണ്ട്. അവർക്കല്ലാതെ ഒരു കാരണവശാലും സക്കാത്ത് പോകരുത്. മറ്റേ സ്വതക്കേറ്റ് നമുക്ക് കൊടുക്കാലോ, സ്വതക്കേറ്റ് കൊടുക്കാം. ഏത് വില എന്ന് വെച്ചാൽ ഖുർആൻ പ്രിന്റ് ചെയ്യാൻ പോലും സക്കാത്തിന്റെ പൈസ പറ്റൂല. അപ്പൊ നമ്മളൊക്കെ എത്ര ഇതാക്കണം, ഖുർആൻ പ്രിന്റ് ചെയ്തിട്ട് അതിന്റെ പിന്നെ പരിഭാഷ ഇറക്കുക, അതിന് സക്കാത്തിന്റെ ഇത് കൊടുക്കാൻ പറ്റുമെന്ന് ഇവരോട് ചോദിക്കാനുണ്ട്, പറ്റൂല. അപ്പൊ അതിൽ 1-2 ചോദ്യങ്ങള്. ഒന്ന്, ഷെയ്ഖ് ഇബ്നു ബാസിനോട് ചോദിച്ചു, മാ ഹുക്മു സർഫു സക്കാത്തിൽ മാലി, ധനത്തിന്റെ സക്കാത്ത്, ലിബിനായി മസ്ജിദ്, പള്ളി ഉണ്ടാക്കാൻ, യൂഷിക്കു അലൽ ഇംതിഹാദ്. അല്ലാഹ്, എന്താ ചോദ്യം എന്നറിയോ, പള്ളി ഉണ്ടാക്കി കഴിയാനായിട്ടുണ്ട്. വഖദ് തവഖഫ് ബിനാഉഹു, ആ പള്ളി ഉണ്ടാക്കൽ നിർത്തി വെക്കണോന്നാണ് ചോദ്യം. സക്കാത്തിന്റെ മുതലുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കണത്, പള്ളി ഉണ്ടാക്കണത്. ഏതാണ്ട് പള്ളിന്റെ പണി തീരാറായിട്ടുണ്ട്, ഇത് നിർത്തി വെക്കണോന്നാ ചോദ്യം. ആരോട്? ഷെയ്ഖ് ഇബ്നു ബാസിനോട്. അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി, അൽഹംദുലില്ലാഹിൽ മഅറൂഫ് ഇൻദൽ ഉലമാഇ കാഫ വഹുവ റഅയുൽ ജുമൂൽ വൽ അക്സരീന. അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാല്, അന്ന സകാത്ത ലാ തുസ്രിഫ് ഫി ഇമാറത്തിൽ മസാജിദി, പള്ളിന്റെ പരിപാലനം, പള്ളി ഉണ്ടാക്കാൻ, അതിന് സക്കാത്തിന്റെ അത് അനുവദനീയമല്ല.
വശിറാഇൽ കുതുബി, ഗ്രന്ഥങ്ങൾ വാങ്ങാനും, വനഹ്വി ദാലിക, അതിന് പോലും. അപ്പോ പള്ളി നിർമ്മാണം, ഗ്രന്ഥങ്ങൾ വാങ്ങല്, ഇങ്ങനെയുള്ള സംഗതികൾ, അതിന് സക്കാത്ത് പറ്റൂല. എന്നാൽ അദ്ദേഹം പറയുന്നത് ഇതെന്താണ്? അൽ മഅറൂഫ് ഇൻദൽ ഉലമായി കാഫ, ഇത് പണ്ഡിതന്മാരുടെ അടുക്കൽ മാറൂഫായ കാര്യമാണല്ലോ. പക്ഷെ നമ്മളെ അടുത്ത് മാറൂഫായിട്ടില്ല. ഇങ്ങനെ റമദാനിന് വന്നിട്ട് ഇങ്ങനെ ഓരോ റെസിപ്റ്റും കുറ്റിയും കൊണ്ടുവന്നിട്ട് എന്താ പള്ളി, എന്താ കോളേജ്, എന്റെ സക്കാത്ത് കൊടുക്കണം. എന്നാൽ ആ കോളേജില് അധ്യാപകര്, അവിടുത്തെ ജോലിക്കാര്, അവര് ദരിദ്രരാണെങ്കിൽ അവർക്ക് കൊടുക്കുക, അത് വിഷയം മാറിയല്ലോ. അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകൻ അയാളെ ഫക്കീറാണെങ്കിൽ അയാൾക്ക് കൊടുക്കുക. അപ്പോ പിന്നെ ഇതെന്താണ്? മഅറൂഫാണ്. വഹുവ റഅയുൽ ജുംഹൂർ, ഇതാണ് ജുംഹൂറിന്റെ അഭിപ്രായം. വൽ അക്സരി, അക്സറിന്റെ അഭിപ്രായം തന്നെയാണ്. വഹുവ കൽ ഇജ്മാഇ, ഇത് ഇജ്മാ പോലെയാണല്ലോ. മിൻ ഉലമാഇ സലഫി സ്വാലിഹിൽ അവ്വലീന, നമ്മുടെ മുൻഗാമികളായ സലഫു സ്വാലിഹ്യങ്ങൾക്കിടയില് പിന്നെ ഉലമാക്കൾക്കിടയിൽ ഇജ്മാ പോലെ സ്ഥിരപ്പെട്ട ഒരു കാര്യമല്ലേ അത്? അപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ എന്ന് അദ്ദേഹം അവരോട് ചോദിക്കാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വഇന്നമാ തസ്റഫു ഫിൽ അസ്നാഫിസ് തമാനിയ അല്ലദീന വറദ ദിക്റുഹും ഫിൽ ആയ ഫി സൂറത്തി തൗബ, ഖുർആൻ പറഞ്ഞിട്ടുള്ള 8 വിഭാഗം ആളുകൾക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വ. അപ്പൊ ഇനി അതിന് സംശയം വേണ്ട. ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞത് ഖുർആൻ പ്രിന്റ് ചെയ്യാം. ഷെയ്ഖ് ഇബ്നു ബാസിനോട് തന്നെ ചോദ്യം. തഖൂമു ജിഹത്തുൻ ഖൈരിയ്യ, ഈ ചാരിറ്റി, ബിനശ്രി വതബ്ബഅത്തിൽ ഖുർആൻ കരീം, ഖുർആൻ പ്രിന്റ് ചെയ്യുന്നു. വതർജുമത്തി മആനിയ ഇലാ ലുഗാത്തിൻ മുതഅദ്ദിദ വ മുഖ്തലിഫ, അത് ട്രാൻസ്ലേഷൻ ചെയ്തു കൊടുക്കുന്നു. ഹൽ യജൂസു സർഫു മിന സകാത്തി ലിഹാദിഹിൽ മശാരി, ഈ പ്രവർത്തനത്തിന് സക്കാത്തിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? ഏതിന്? ഖുർആന് പ്രിന്റ് ചെയ്യാൻ, അതിന്റെ പരിഭാഷകൾ ആർക്കാം. ഷെയ്ഖ് ഇബ്നു ബാസിനോട് ചോദ്യം. അദ്ദേഹം അതിന് കൊടുത്ത മറുപടി ലാഹിറുൽ ഖുർആനി, ഖുർആനിന്റെ പ്രത്യക്ഷമായ നസ്സാണ്. യദുല്ലു അലാ അന്ന സകാത്ത ലാ തുസ്റഫു ഫി ഹാദൽ മശ്റൂഅ ലികൗനിഹി ലൈസ മിനൽ മസാരിഫിൽ മദ്കൂറ, ഇങ്ങനെയുള്ള പരിപാടികൾക്ക്, പ്രവർത്തനങ്ങൾക്ക് സക്കാത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റൂല. ഖുർആനിന്റെ നസ്സാണെന്ത്? ഖുർആനിൽ പറയപ്പെട്ടിട്ടുള്ള 8 വിഭാഗം ആളുകൾക്ക്. എന്നിട്ട് സൂറത്ത് തൗബയിലെ 60-ാമത്തെ ആയത്ത് അദ്ദേഹം എടുത്തുദ്ധരിക്കാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു വഖദ് സ്വദറ മിൻ മജ്ലിസി ഹയ്യത്ത് കിബാറുൽ ഉലമ, ഹയ്യത്ത് കിബാറുൽ ഉലമ, സൗദിയിലെ ഹയ്യത്ത് കിബാറുൽ ഉലമ, ഇതിൽ അവരുടെ തീരുമാനം ഇതന്നെയാണ്. അത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ടല്ലോ എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇനി ലജ്നത്ത് ദായിമയോട് ഇതേ ചോദ്യം. ഇപ്പൊ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ പറഞ്ഞു, ലജ്നത്ത് ദായിമയോട് ഒരു ചോദ്യം. ഇതേപോലെ ചാരിറ്റി, അതേപോലെ തന്നെ പിന്നെ മദ്രസകള്, അതേപോലെ തന്നെ തഹ്ഫീദുൽ ഖുർആൻ, ഇതിന് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? ആ ചോദ്യം ഒന്ന് കേട്ടോ. വഹൽ തജൂസ്, ചോദ്യം കുറച്ച് തോന്നുന്നുണ്ട് കേട്ടോ, ഇതിന്റെ അവസാന ഭാഗം. വഹൽ തജൂസ് സക്കാത്തു അല സ്വലാദിക്കിൽ ബിദി, ഈ സക്കാത്ത് അനുവദനീയമാകുമ്പോ ഇങ്ങനെയുള്ള ചാരിറ്റികൾക്ക്, മദാരിസിൽ ഖുർആൻ കരീം, ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, അതിന് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? അവര് അതിന്റെ മുമ്പ് കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിന്റെ അവസാന ഭാഗത്ത് അവർ വിശദീകരിക്കുന്നത് എന്താ വെച്ചാല്, അമ്മ മദാരിസുൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, മദ്രസ, ഫൈദാ കാന മുസക്കി അഹ്തഹ ലിഅഹദിൽ ഖായിമീന അലൽ മദ്രസത്തി ലിയുസ്ലിമുഹാ ലിഫഖറാഇ തലബത്തി വഅയിലിഹിം ഫൗജു ദാലിക, ഈ സക്കാത്ത് കൊടുക്കുന്നത് ആ മദ്രസയുടെ മദ്രസയിലുള്ള ഒരു മദ്രസയിലെ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ആള്, അതിൽപ്പെട്ട ഒരു ഫക്കീറിനാണെങ്കിൽ ഓക്കെ, ജൈസാണ്. വളരെ ഫക്കീറുണ്ട്, ആ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു ഫക്കീറുണ്ട്, അവർക്കാണത് കൊടുക്കുന്നതെങ്കിൽ അതൊക്കെ, അതിന് തയ്യാറില്ല. ഇത് വളരെ വിശദമായിട്ടൊരു ഫത്വയാണ്, അതിന്റെ ഒരു ഭാഗം ഞാൻ വായിക്കുന്നത്. എന്നിട്ട് അതിന്റെ അവസാന ഭാഗത്ത് അവർ പറയുന്നത് അമ്മ ഇൻകാനൽ മുസക്കി യശ്രിഫുഹാ ലി മീസാനിയത്തിൽ മദ്രസ, എന്നാൽ ആ മദ്രസയുടെ മീസാനിയ, അതിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ സക്കാത്തിന്റെ ഫണ്ട് ഉപയോഗിക്കുന്നത്, ലിതക്കൂന, ഏതിനൊക്കെ ലിതക്കൂന, ആ സക്കാത്തിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തുന്ന ഫഖത്തുൻ അലാ തഅലീമിൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കുന്നതിന്റെ ചെലവായിട്ട്, ഫലുലൂമിദ്ദീനിയ, ദീന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ ചെലവായിട്ട്, അപ്പൊ അതിന്റെ നടത്തിപ്പിന്, അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ സക്കാത്തിന്റെ ഇത് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ ഫലാ യജൂസു ദാലിക, അത് ജായിസല്ല. അപ്പൊ അതിലെല്ലാം പെട്ടു. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് ഇത് ലജ്നത്ത് ദായിമയുടെ ഫത്വയാണ്. വളരെ വിശദമായിട്ടുള്ള ഒരു ചോദ്യമാണ്.
ആ ചോദ്യത്തിന് അവർ കൊടുത്തിട്ടുള്ള ഫത്വയാണ്. അപ്പൊ അത് കൃത്യമായി തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് തർക്കം വരുന്നത് ഫീ സബീലില്ല. ഫീ സബീലില്ലയിൽ ഇതൊക്കെ പെടൂല എന്നുള്ളതാണ്. പെടൂല. അത് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കള് അതിന്റെ ആയുധങ്ങൾ വാങ്ങാൻ, ആ പട്ടാളക്കാർക്കുള്ള ശമ്പളം, അങ്ങനെയുള്ള കാര്യങ്ങൾ. വേറെ ചില പണ്ഡിതന്മാർ അതില് ദഅവത്തിന്റെ ചില വശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവര് പോലും എന്ത് പറഞ്ഞിട്ടില്ല. അവര് പറഞ്ഞെന്താ വെച്ചാൽ വാളുകൊണ്ട് ജിഹാദ് ചെയ്യുന്നത് പോലെ തന്നെ ഇൽമു കൊണ്ടും ചെയ്യുന്നത് ജിഹാദ് തന്നെയല്ലേ. അത് അള്ളാന്റെ സബീൽ തന്നെയല്ലേ. ഒന്ന് വാളുകൊണ്ടാണ്, ഒന്ന് ഇൽമു കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ചില ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, സക്കാത്ത് ദഅവത്തിന്റെ ചിലത് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പറഞ്ഞ പണ്ഡിതന്മാർ പോലും, പല പണ്ഡിതന്മാരും തർപ്പിച്ചു പറഞ്ഞു എന്ത് അതിൽ യോദ്ധാക്കളെ പെടുള്ളൂ. വേറെ ചില ആൾക്കാരെന്ത് പറഞ്ഞു, സബീലില്ലല്ലേ, ഒന്ന് വാളുണ്ടാകുമ്പോ ഒന്ന് ഇൽമുണ്ട്, അപ്പൊ അവരത് പെടൂലേ എന്ന് ചില ആൾക്കാർ പറഞ്ഞു. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നില്ല, നമുക്ക് വേറെ പറയാം. പക്ഷെ അത് പറഞ്ഞ പണ്ഡിതന്മാരും എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇത് പെടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. പള്ളി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ. എന്നാൽ അവരിൽപ്പെട്ട ഒരാൾ, ഒരു ഉസ്താദ്, നമ്മളൊരു മൗലവി, ഒരു അധ്യാപകൻ, ഒരു മുവല്ലഫ്, ഒരു ഉദ്യോഗസ്ഥൻ, അയാൾ ഫക്കീറാണെങ്കിൽ അയാൾക്ക് കൊടുത്തോ, മിസ്കീനാണെങ്കിൽ അയാൾക്ക് കൊടുത്തോ, അതിന് വിരോധമല്ല. എന്നാൽ അതിന്റെ നടത്തിപ്പിന്, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അത് അതിന്റെ ഉപയോഗപ്പെടുത്തരുന്നുള്ള. കാരണം അത് 8 അവകാശികളുണ്ട്, അത് അവർക്കേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പൊ നമുക്കത് പിന്നീട് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്, സമയമുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ 5 മണിക്ക് തുടങ്ങി, നിങ്ങൾ 4:30 വന്നാൽ മതി അടുത്ത വെള്ളിയാഴ്ച. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി നമുക്ക് പറയാം, പഠിക്കാനാണല്ലോ. അപ്പൊ നമ്മള് 4:30 അടുത്ത ക്ലാസ്സിൽ വന്നാൽ കുറച്ചുകൂടി നമുക്ക് സമയം കിട്ടും. അപ്പൊ നിങ്ങൾ 4:30 വന്നാൽ മതി. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അപ്പോ ബാക്കിയുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാവുന്നതാണ്. അവസാനത്തെ 10ലേക്ക് എത്തി. എത്ര പെട്ടെന്നാണ് ഇപ്പൊ പലരും നമ്മളൊക്കെ ഇങ്ങനെ പറയണം, റമദാൻ ഇതാ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അതിന്റെ സാധനങ്ങൾ വാങ്ങാൻ പോയത് ഓർമ്മയുണ്ട്. ഇപ്പൊ പൗതി ആദ്യത്തെ 15 വരുന്നു പോയത്. അപ്പോ തന്നെയാണ് നമ്മുടെ ആയുസ്സും ഇത്ര വിലയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അല്ലെ. ഒരു കളിയും ചിരി വളരെ പെട്ടെന്ന് അല്ലെ. അപ്പൊ അതുപോലെ ദുനിയാവാണ് തീർന്നു പോകും. അപ്പൊ അത് ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഇത്തികാഫിന്റെ ലൈലത്തുൽ ഖദറിന്റെ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാവിന്റെ ഖദറുകൾ തീരുമാനിക്കുന്ന, ഒരു വർഷത്തേക്ക് വേണ്ട ഖദറുകൾ തീരുമാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അതാണ്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. തറാവീഹ്, സുന്നത്തുകള്, നിസ്കാരങ്ങള്, ദാനധർമ്മങ്ങള്, സക്കാത്ത് കൊടുക്കാം ഈ സമയത്ത് ഉള്ളവരുണ്ടെങ്കിൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 വന്നാൽ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ധർമ്മം ചെയ്തിരുന്നു. നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ ചുറ്റുപാടുള്ള, നമ്മുടെ കൂട്ടത്തിലുള്ള പാവപ്പെട്ടവരുണ്ട്, രോഗം കൊണ്ട് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്ത ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്, ചികിത്സക്ക് ചെലവില്ലാത്ത ആൾക്കാരുണ്ട്. അവരൊക്കെ നമ്മളൊന്ന് കണ്ടറിയാം. അപ്പോ അതൊക്കെ ഒന്ന് നമ്മുടെ മനസ്സിലുണ്ടായി കൂടുതൽ ഉഷാറോടുകൂടി ഇനിയുള്ള ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അള്ളാഹു വരാനിരിക്കുന്ന ദിവസങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതുവരെ ചെയ്ത എല്ലാ ഇബാദത്തുകളും, നമ്മുടെ നോമ്പും തറാവിയും ഒക്കെ, ഖുർആൻ പാരായണമൊക്കെ ഒരു സ്വാലിഹായ അമലെ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വല്ല ന്യൂനതകളും കുറവുകളും തെറ്റുകളും അറിഞ്ഞോ അറിയാതെയോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ അമലുകളുടെ അർഹമായ പ്രതിഫലം അള്ളാഹു നാളെ നമുക്ക് പരലോകത്ത് നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ സഹോദരീ സഹോദരങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ, അവരുടെ രോഗം അള്ളാഹു ശിഫാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരനായ റൂബി ഇവിടെ വന്നിട്ടില്ല, നമ്മുടെ ക്ലാസ്സുകൾക്ക് വരാറുണ്ട്. പിതാവ് മരിച്ചിട്ടുണ്ട്, വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ പ്രാർത്ഥിക്കുക, അള്ളാഹു റൂബിയുടെ പിതാവിന്, അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നാളെ അള്ളാഹു അദ്ദേഹത്തെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات انك مجيب دعوات يا قاضي الحاجات. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. والحمد لله رب العالمين. السلام عليكم ورحمة الله. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.